നമസ്കാരം. ചിലപ്പോഴൊക്കെ നമ്മുടെ മലയാളികളുടെ കാര്യം ആലോചിച്ചാൽ ഓർത്തോർത്ത് ചിരിക്കാൻ ഒരുപാട് വകുപ്പുകളുണ്ട്. ഒന്നാമത് മലയാളിയെക്കുറിച്ച് ഒരു ചൊല്ലുണ്ട്. മൂന്നിൽ രണ്ട് മലയാളികൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, മൂന്നിൽ രണ്ട് മലയാളികൾ ബീഫ് കഴിക്കും എന്നൊക്കെയുള്ള ചൊല്ലുകളുണ്ട്. ഈ കമ്മ്യൂണിസം എന്നത് കമ്മ്യൂണിസ്റ്റ് CPM CPI പോലെ പാർട്ടികളായതുകൊണ്ടല്ല, ആ ഒരു ചിന്ത കമ്മ്യൂണിസ്റ്റുകാർ അടിച്ചേൽപ്പിച്ച ചിന്ത ഓരോ മലയാളിയുടെ മനസ്സിലും അടിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നോക്കൂ, നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ കേൾക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് പോലെ ബൂർഷകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ. ഇപ്പോൾ ഓരോ കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ ഈ കോർപ്പറേറ്റുകളുടെ അടിമകൾ അവർക്ക് ദാസ്യവേല ചെയ്തിരുന്നത് കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ BJP ഭരിക്കുമ്പോൾ BJP കോർപ്പറേറ്റുകളുടെ അടിമകൾ, കോർപ്പറേറ്റുകൾ തുലയട്ടെ, അല്ലെങ്കിൽ ഒരു പെട്ടിക്കട വെച്ചവനും വരെ കുത്തക മുതലാളിയും ബൂർഷയുമായി മാറുന്ന ഒരു ചിന്താഗതി മലയാളികൾക്കുണ്ട്. പക്ഷെ ഈ കോർപ്പറേറ്റുകളെ എന്തുകൊണ്ട്, കോർപ്പറേറ്റുകൾക്ക് എന്തെങ്കിലും സഹായം കൊടുത്താൽ ഒരു സർക്കാരിന്റെ ചില പോളിസികളുണ്ട്. വ്യവസായം വളരണം, വ്യവസായികൾ ഉണ്ടാകുമ്പോൾ ഇല്ലെങ്കിൽ സംരംഭകർ ഉണ്ടാകുമ്പോഴാണ് തൊഴിൽ വർദ്ധിക്കുക. നമ്മൾ ആളുകൾ ശമ്പളം കൈനീട്ടി വാങ്ങിക്കുന്ന ആളുകൾക്ക് പകരം തൊഴിൽ നൽകുന്ന തൊഴിൽ ദാതാക്കളായി മാറണമെന്നാണ് ഗവൺമെന്റുകൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾക്ക് അവർ ചില ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട്. അത് ഇന്ന കോർപ്പറേറ്റിന് പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന മുതലാളിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയില്ല. പൊതുവായിട്ടൊരു ഒരു പോളിസിയാണ് നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇളവ് ലഭിക്കാറുണ്ട്. ആ ഇളവുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് സാധാരണക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് ഇളവ് ലഭിക്കുന്നു എന്ന് പറയുകയാണ്. നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യം ചിന്തിക്കണം. ആദ്യകാലങ്ങളിൽ ടാറ്റ, ബിർള എന്നുള്ളവരായിരുന്നു വലിയ എതിരാളികൾ. ഇന്ന് അംബാനിയും അദാനിയുമാണ്. ഇതൊരു ഉള്ളവനോടുള്ള അസൂയയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തരം വെറുപ്പാണത്. ആ വെറുപ്പ് പ്രചരിപ്പിക്കലാണ് ഉള്ളവൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നവൻ. ഇവിടെ ഒരു പണിയും ഒരു തരവുമില്ലാതെ ഞാൻ നയിച്ചിട്ട്, ഇപ്പൊ നമുക്കറിയാം ഒരു സിനിമയിൽ സലീം കുമാർ പറയുന്നുണ്ട്, പാകിസ്ഥാനിന് ഞാൻ അധ്വാനിച്ചാൽ രാജ്യം നന്നാവും, രാജ്യം നന്നായ ലോകം നന്നാവും, ഈ ലോകത്തിൽ പാകിസ്ഥാനും പെടുന്നതുകൊണ്ട് ശത്രു രാജ്യം ആയതുകൊണ്ട് ഞാൻ അധ്വാനിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ചിന്താഗതിയാണ് ഇവരുടേത്. നോക്കൂ, എന്താണ് ഈ, ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, പക്ഷെ എന്താണ് ഈ കോർപ്പറേറ്റുകളും ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ രാജ്യത്തിന് നൽകുന്ന സംഭാവനകൾ എന്ന് പറയാം. പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിന് എന്താണ് ഗുണം ചെയ്തത് നോക്കൂ. തിരുവേപ്പതി മിൽസ് തുടങ്ങി. ഇന്ന് തൊഴിലില്ലായ്മയെ വളരെയധികം വർദ്ധിച്ചൊരു നാടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നൂറുകണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചിട്ടുണ്ട്. തിരുവേപ്പതി മിൽസ് എന്ന് പറയുന്ന ഒരു മിൽസിൽ, ആ ഒരു വ്യവസായ സംരംഭത്തിൽ തുടങ്ങിയതാണ്. ഒട്ടനവധി സ്ഥാപനങ്ങൾ അങ്ങനെ പൂട്ടിച്ചു. പല ഗോളിയോർ റൈൻസിന്റെ കാര്യം നമുക്കറിയാം. ഒരു കാലത്ത് ഒരു ഗോളിയോർ റൈൻസിലെ സാധാരണ ഒരു തൊഴിലാളി ഇവിടെയുള്ള ഒരു തഹസിൽദാറേക്കാളും ശമ്പളം ലഭിച്ചിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഗോളിയോർ റയോൺസ് പൂട്ടിച്ചു. ഇത് കുത്തക മുതലാളിമാർ കൊണ്ടുവന്നു. അയാള് ബിർള ഇത് വല്ലാതെ നമ്മളെ ചൂഷണം ചെയ്യുന്നു, ഇത് പോരാ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു ആ പാവങ്ങളെ കൊണ്ട് സമരം ചെയ്യിച്ചു. പലരും ആത്മഹത്യ ചെയ്തു. എന്താണ് ഇത്? ഇത്രയും ദ്രോഹം മാത്രമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. നോക്കൂ, ഈ കോർപ്പറേറ്റുകളെ ഇങ്ങനെ തള്ളി പറയുന്ന, നമ്മളോട് വെറുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ വെറുപ്പ് നമ്മളിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ദ്രോഹം മാത്രമാണ് ചെയ്ത്. നേരെ മറിച്ച് നോക്കൂ, ഒരു കേരള സർക്കാരിന്റെ ജീവനക്കാർ എന്ന് പറയുന്നത് 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലാണ്. മൊത്തം കേരള സർക്കാർ കൊടുക്കുന്ന കേരള സർക്കാർ ജീവനക്കാർ എന്നുള്ളത് വിവിധ കോർപ്പറേഷനുകളിലായാലും ഡയറക്റ്റ് സർക്കാർ ജീവനക്കാരായാലും ഇവിടെ സർക്കാർ കൊടുക്കുന്നത് 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലാണ് തൊഴിൽ കൊടുക്കുന്നത്. എന്നാൽ ഓരോ കോർപ്പറേറ്റുകൾ, പ്രധാനപ്പെട്ട ടാറ്റ കൺസൾട്ടൻസി മുതൽ അംബാനി മുതൽ ഒരു 4-5 കമ്പനികൾ, അവർ എത്രത്തോളം തൊഴിൽ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കൂ, ആദ്യം നമ്മൾ ഇൻഫോസിസ് ആണ് എടുക്കുന്നത്. വി നാരായണമൂർത്തി അടക്കമുള്ള ആളുകൾ സ്ഥാപിച്ച ഇൻഫോസിസ് 3.2 ലക്ഷം ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് തൊഴിൽ നൽകുന്നു എന്നുള്ളതാണ് കണക്ക്. അതായത് ഈ പറയുന്നതിൽ ഏറ്റവും ചെറിയ കമ്പനിയായ ഇൻഫോസിസ് കൊടുക്കുന്നു 3 ലക്ഷം. അതായത് കേരള സർക്കാർ കൊടുക്കുന്ന തൊഴിലിനേക്കാളും, സർക്കാർ ഉദ്യോഗസ്ഥരെക്കാളും അധികം ഇൻഫോസിസിന്റെ തൊഴിലാളികളുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഇൻഫോസിസ് പോലുള്ള കമ്പനികളിലുള്ള ശമ്പളം, ആളുകൾക്ക് ലഭിക്കുന്ന ശമ്പളം ഈ സർക്കാർ ഉദ്യോഗസ്ഥരേക്കാൾ പല മടങ്ങാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത് വിപ്രോ കൊടുക്കുന്ന 2.3 ലക്ഷം ആളുകൾക്ക് നേരിട്ട്, അസിം കൃഷ്ണ പ്രേംജിയുടെ വിപ്രോ നേരിട്ട് കൊടുക്കുന്നു. 2.3 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. ഒരു കോർപ്പറേറ്റ് കമ്പനിയാണത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് റിലയൻസ് ആണ്. റിലയൻസ് കൊടുക്കുന്നത് 4.03 ലക്ഷം ആളുകൾക്ക് നേരിട്ട് റിലയൻസ് തൊഴിൽ കൊടുക്കുന്നു. 4.03 ലക്ഷം ആളുകൾക്ക് റിലയൻസ് നേരിട്ട് തൊഴിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ അദാനി കൺസൾട്ടൻസി നോക്കൂ, ഇന്ന് ഇന്ത്യയിലെ ഏതാണ്ട് ഏറ്റവും വലിയ ഈ കുത്തക മുതലാളി എന്നൊക്കെ ഇവർ പറയുന്നത്, കോർപ്പറേറ്റ് ഭീമൻ എന്ന് പറയുന്നത് അദാനിയാണ്. അദാനി കൊടുക്കുന്നത് 4.14
ലക്ഷം ആളുകൾക്കാണ് തൊഴിൽ കൊടുക്കുന്നത്. അദാനി ഈ താരതമ്യേന മാൻ പവർ കുറഞ്ഞ ആവശ്യങ്ങളാണ് പോർട്ടുകൾ പോലെയുള്ള സ്ഥാപനങ്ങളായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വലിപ്പത്തിനനുസരിച്ച്, ആ സ്ഥാപനത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് ഇവിടെ ഈ തൊഴിൽ നൽകുന്നില്ല എന്നൊരു തോന്നൽ വരുന്നത്. നോക്കൂ, ഇനി ടാറ്റ കൺസൾട്ടൻസി, TCS ടാറ്റ കൺസൾട്ടൻസി കൊടുക്കുന്നത് 5.8 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്നു. ടാറ്റ ഗ്രൂപ്പ് ഒന്നാകെ 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ടാറ്റ കൊടുക്കുന്നു. ഇനിയാണ് ബിർള, ഒട്ടനവധി കമ്പനികൾ, ബിർള പോലുള്ള മറ്റു കമ്പനികളൊക്കെ വരുന്നുണ്ട്. നോക്കൂ, ഈ സ്വകാര്യ മേഖലയിൽ ഇതുപോലെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾക്ക്, ഈ കമ്പനികൾക്ക് സഹായം കൊടുക്കണ്ടേ? ഗവൺമെന്റ് സഹായിക്കണം എന്ന് തന്നെ. നോക്കൂ, ഓരോ മനുഷ്യനും ഇപ്പോൾ ഇവിടെ ചികിത്സയിലേക്ക്, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കുള്ള ഡോക്ടേഴ്സ്, മരുന്ന്, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഗവൺമെന്റിന് വരുന്ന ഇത്തരം കോർപ്പറേറ്റുകളുടെ നികുതിയിൽ നിന്ന് തന്നെയാണ് ഭൂരിപക്ഷം. സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതികൾക്ക് 100 ഇരട്ടി നികുതി ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് ഗവൺമെന്റ് പിരിച്ചെടുക്കുന്നുണ്ട്. അതിനപ്പുറമാണ് കറക്റ്റ് ഇതുപോലെ തൊഴിൽ കൊടുക്കുന്നത്. പക്ഷെ ഈ കോർപ്പറേറ്റുകൾ ഇല്ലാതാക്കണം എന്ന് പറയുന്നവർ മനുഷ്യരാശിക്ക് തന്നെ ദോഷകരമായ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോർപ്പറേറ്റുകൾ വേണ്ട എന്ന് പറയുന്ന ഒരു പാർട്ടി സംവിധാനത്തിലുള്ള ധനം സമ്പാദിക്കുന്ന ആളുകളായി മാറുകയാണ്. ചൈനയിലൊക്കെ പാർട്ടി നേതാക്കന്മാർ, ചൈന പോലെയുള്ള പല സ്ഥലങ്ങളിൽ, ചെഷസ്ക്യൂ, നമുക്കറിയാം, ചെഷസ്ക്യൂവിനെ പോലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ, പോൾപോട്ട്, അങ്ങനെയുള്ള പല ആളുകളും, അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ, ഏകാധിപതികൾ, അവർ സമ്പന്നരായി. നോക്കൂ, ക്ലോസറ്റ് വരെ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ഭരണാധികാരി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിസം എന്നുള്ളത് നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഈ ലോകത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഈ ചിന്താഗതി ഇല്ലാതാകണം എന്ന് തന്നെയാണ് പറയുന്നത്. കമ്മ്യൂണിസം എന്ന ചിന്താഗതി അത് ഉള്ളവനും ഇല്ലാത്തവനും തുല്യത എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ ഉള്ളവൻ ഇല്ലാത്തവനാകണം എന്നുള്ള ആ ചിന്താഗതി, അത് അസൂയയാണ്. അത് കമ്മ്യൂണിസം അല്ല, അത് അസൂയയാണ്. ഇന്ന് ഭൂരിപക്ഷം കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് നടക്കുന്നത് കുത്തിക്കഴപ്പിൽ നിന്നുണ്ടാകുന്ന, അലസതയിൽ നിന്നുണ്ടാകുന്ന ഒരുതരം അസൂയയാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.